കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്രീ ഭദ്രകാളി ക്ഷേത്രമായ വള്ളിയാങ്കാവ് ദേവീക്ഷേത്രത്തിലെ 1200-ാം ആണ്ട് തിരുവുത്സവവും പ്രതിഷ്ഠാദിനവും മാർച്ച് 30 ഞായറാഴ്ച മുതൽ നടത്തിവരികയാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ താഴ്മൺമഠം കണ്ഠരര് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി ബ്രഹ്മശ്രീ ബിജുകുമാർ നമ്പൂതിരി, കീഴ്ശാന്തി ബ്രഹ്മശ്രീ ജാതവേദൻ നമ്പൂതിരി എന്നിവരുടെ സഹകാർമ്മികത്തിലുമാണ് തിരുവുത്സവങ്ങൾ നടത്തപ്പെടുന്നത്. മൂന്നാം തിരുവുത്സവത്തോട് അനുബന്ധിച്ച് പൊങ്കാല നടന്നു. രാവിലെ 9:50-ന് എം അഞ്ജന IAS പൊങ്കാല ഭദ്രദീപം പ്രകാശനം ചെയ്തു. 11:30-ന് കലശാഭിഷേകവും 12-ന് പൊങ്കാല അർപ്പണവും നടന്നു. 12:30-ന് ഉച്ചപൂജയും 12:45-ന് നടയടക്കലും 1-ന് മഹാപ്രസാദമൂട്ടും നടന്നു. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നിന്നാണ് വള്ളിയാങ്കാവിൽ ദേവീക്ഷേത്രം. ഏകദേശം 4000 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് പാഞ്ചാലിമേട്ടിൽ അജ്ഞാതവാസം താമസിച്ച കാലയളവിൽ, അതിനുശേഷം അവരുടെ അജ്ഞാതവാസം കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ അവർ പൂജിച്ച ദേവിയെ ആദിവാസികൾക്ക് കൊടുക്കുകയും അവർ അതിനെ പരിപാലിച്ച് ഭഗവാന്റെ സാന്നിധ്യം നിത്യസാന്നിധ്യമായി ഇവിടെ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം വരദായിനിയായി നിലകൊണ്ടതിന് ശേഷം 1993-ൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയും അതിനുശേഷം ഇവിടെ ഭദ്ര, ദുർഗ എന്നീ 2 പ്രതിഷ്ഠ ഭാവത്തിലും ആര്യ ചടങ്ങിൽ ആര്യ ശ്രേഷ്ഠ വിഭാഗത്തിൽപ്പെട്ട ചടങ്ങുകൾ ഉൾപ്പെടുത്തി ദ്രാവിഡ ആര്യ സംസ്കാരങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പൂജാ സംവിധാനമാണ് ഈ ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നത്. അങ്ങനെയുള്ള ഈ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും അവരുടെ എല്ലാ കഷ്ടതകൾക്കും അവരുടെ അവസാന വാക്കായി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും അമ്മ അവരുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ചൊരിഞ്ഞുകൊണ്ട് ഈ ഭാരതത്തിലെമ്പാടുമുള്ള ദേവി ഉപാസകരുടെ ആശ്രയ കേന്ദ്രമാണ് വള്ളിയാങ്കാവിൽ അമ്മ. വള്ളിയാങ്കാവിൽ അമ്മയെന്ന് പറയുന്ന ആ വരദായിനിയുടെ സന്നിധിയിൽ വരുന്ന ഏവർക്കും ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളും ഈ ക്ഷേത്രസന്നിധിയിൽ അമ്മയുടെ അനുഗ്രഹത്തിനായി ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് അമ്മയുടെ അനുഗ്രഹത്തിനായി ജാതിമത ഭേദമന്യേ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതും വഴിപാട് കഴിക്കുകയും ചെയ്യുന്നത്. മഹാപ്രസാദമൂട്ട് ഭദ്രദീപ പ്രകാശനം ദേവസ്വം ബോർഡ് കമ്മീഷണർ CB പ്രകാശ് നിർവഹിച്ചു. വൈകിട്ട് 5 മണിക്ക് കുപ്പക്കയം ക്ഷേത്രത്തിൽ നിന്ന് താലപ്പൊലി ഘോഷയാത്രയും 6:30-ന് ദീപാരാധനയും 6:45-ന് ഭക്തി ഗാനമേളയും 8-ന് അത്താഴ പൂജയും നടന്നു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.